ഞാൻ പറഞ്ഞത് RSSനെ കുറിച്ചാണ്. RSSനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആ വൃത്തികെട്ടവൻ താനാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ RSSന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഇത്ര വൃത്തികേട് നടന്നിട്ടുണ്ട്. നമുക്ക് ഓർമ്മയില്ലേ, ഈ രാജ്യത്ത് ഏതെങ്കിലും മാന്യമായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയോ പ്രവർത്തകരോ അയ്യപ്പന്റെ ക്ഷേത്രത്തിൽ കൊണ്ട് മനുഷ്യ വിസർജനം എഴുതിയിട്ട് അത് തച്ചു തകർക്കാൻ നിൽക്കുവോ? 2019 RSS പ്രവർത്തകരല്ലേ ചെയ്തത്. ഈ അടുത്തല്ലേ ഉത്തർപ്രദേശിൽ ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് ഐ ലവ് മുഹമ്മദ് എന്നെഴുതിക്കൊണ്ട് കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചത്. ഈ രാജ്യത്ത് നന്മയെ ആഗ്രഹിക്കുന്ന വൃത്തികെട്ട മനസ്സുള്ളവരല്ലാതെ ആരെങ്കിലും ചെയ്യണ പണിയാണോ ഇത്? ആണോ? ഈ നാട്ടിൽ അമ്പലത്തിൽ കൊണ്ടുപോയി ബീഫ് എറിഞ്ഞത് ഈ പറയുന്ന സംഘപരിവാറിന്റെ RSSന്റെ പ്രവർത്തകരല്ലേ? വൃത്തികെട്ടവരല്ലാത്തവർ ആരെങ്കിലും ആ പണി ചെയ്യുന്നുണ്ടോ? ഇന്ത്യയുടെ പ്രതിരോധ രഹസ്യങ്ങൾ ഉൾപ്പെടെ ഒറ്റിക്കൊടുത്തത് RSSന്റെ വേദികൾ ഉൾപ്പെടെ വന്നിരുന്ന BJPയുടെ ഏറ്റവും അടുത്ത ആളല്ലേ? അത് വൃത്തികെട്ടവരല്ലാതെ ആരെങ്കിലും ചെയ്യുവോ? ഈ പറയുന്ന പുൽവാമ ആക്രമണത്തിൽപ്പെട്ട 3 തീവ്രവാദികളെ ഒളിപ്പിച്ചിരിച്ചത് വിദേശ രാജ്യങ്ങളിൽ പോയി ഈ രാജ്യത്തിന്റെ സമ്പദ്ഘടന തകർന്നു, ഞങ്ങളെ രക്ഷിക്കൂ എന്ന് വിളിച്ചു കൂവി നടക്കുന്ന ഒരു നേതാവുണ്ട് ഇവിടെ. അത്രയും വൃത്തികേടൊന്നും ആരും ലോകത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയും കാണിച്ചിട്ടില്ല. രാജീവ് പ്രസ്ഥാനത്തിനെ ഈ പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ നിർമ്മാണത്തിൽ വിളിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാൻ ഞാൻ പറഞ്ഞ പള്ളുകൾ മുഴുവൻ കേട്ടോണ്ടിരുന്നതാണ്. എനിക്ക് സംസാരിക്കാൻ സമയം തരണം. പുൽവാമയിൽ ആക്രമണം നടത്തിയ തീവ്രവാദികൾ ഇരുന്നത് ദേവേന്ദർ സിംഗ് എന്ന് പറയുന്ന BJPയുടെ ഏറ്റവും സന്തോഷകാരിയായിട്ടുള്ള ഉദ്യോഗസ്ഥന്റെ കീഴിലാണ്. അയാൾക്കെതിരെ ഇതുവരെ നടപടിയില്ല കേട്ടോ. ആ പാത്രത്തിൽ രാജ്യത്തെ വഞ്ചിക്കുന്ന, രാജ്യത്തിനകത്ത് അമേദ്യം ക്ഷേത്രങ്ങളിലെറിഞ്ഞ് മനുഷ്യനെ തമ്മിൽ നടക്കുന്ന വൃത്തികെട്ട തീവ്രവാദികൾ, അതാണ് RSS. ആ വൃത്തികെട്ട തീവ്രവാദികളാണ് RSS. അതുകൊണ്ടാണ് RSS ആണെന്ന് പറയാൻ പാടില്ല. തീവ്രവാദികൾ പറയില്ല. അൽഖ്വയ്ദയോ ISISO ആരെങ്കിലും പറയോ? ഏതെങ്കിലും ഇവര് പറയോ ഞങ്ങൾ തീവ്രവാദികൾ? പറയില്ല. അതേപോലെ സംഘപരിവാറും പറയില്ലെന്നേ തീവ്രവാദികളാണെന്ന്. അതുകൊണ്ട് സംഘപരിവാർന്ന് പോലും RSS പ്രവർത്തകർ പറയില്ല. കാരണം തീവ്രവാദികൾ ഒരിക്കലും ഞങ്ങൾ തീവ്രവാദികളെന്ന് പറയില്ല. പക്ഷെ നിങ്ങൾ അതാണ്. നിങ്ങളുടെ ഈ പറയുന്ന ഇത്തരത്തിൽ അമേദ്യം വലിച്ചെറിയുന്ന ഈ RSSന്റെ പ്രവർത്തനത്തിൽ അതിൽ മനംനൊന്നുകൂടിയാണ് ഈ പയ്യൻ ആത്മഹത്യ ചെയ്തത്. നിങ്ങൾക്കെതിരെ കുറ്റപത്രം എഴുതിയത് ഞങ്ങളല്ല, മരണം കൊണ്ട് ആ പാവപ്പെട്ട ചെറുക്കനാണ്, ആ പയ്യനാണ്. അവനെ ഇവിടെ വന്ന് അപമാനിക്കുക കൂടി ചെയ്തിട്ട് അവർ പറയുന്ന ഞങ്ങൾക്കെതിരെ പറയുന്ന തെറ്റുകൾ, ഞങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരെ ഇല്ലായ്മ ചെയ്യാൻ, അവരുടെ ഓർമ്മകളെ പോലും, അവരുടെ രക്തസാക്ഷിത്വത്തെ പോലും, അവരുടെ ആ വ്യഥയെ പോലും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന വൃത്തികെട്ട പരിപാടിയും കാണിക്കരുത് ഷാഹു പ്രസാദ്.